നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വാർദ്ധക്യകാല രോഗങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പമുള്ളത് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂരിലെ സീനിയർ കൺസൾട്ടന്റ് ജെറിയാട്രീഷ്യനായ ഡോക്ടർ സ്റ്റീവ് പോൾ മഞ്ഞളിയാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം സാർ, ഹലോ ഡോക്ടറേക്ക് സ്വാഗതം. സാർ, സാധാരണ നമുക്കറിയാം വാർദ്ധക്യമാകുമ്പോൾ ഒരു കൂട്ടം രോഗങ്ങളുടെ ഒരു പല രീതിയിലുള്ള രോഗങ്ങൾ ബാധിക്കുന്ന ഒരാളായിട്ടായിരിക്കും എപ്പോഴും വാർദ്ധക്യകാലത്തെ കാണുന്നത്. രോഗാവസ്ഥയായിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും വാർദ്ധക്യകാലത്ത് പറയുന്നത്. അതായത് വാർദ്ധക്യകാലം വന്നു കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്ത ഒരാളും ഉണ്ടാകില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇത്. പലപ്പോഴും വാർദ്ധക്യകാലത്തെ രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വാർദ്ധക്യമായതുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് സഹിച്ചുകൊള്ളണം എന്നുള്ള രീതിയിലുള്ള നിലപാട് പലപ്പോഴും ആൾക്കാരെടുക്കാറുണ്ട്. എത്രത്തോളമാണ് നമ്മുടെ നാട്ടിൽ വാർദ്ധക്യകാല രോഗങ്ങളെ പരിചരിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? ഈ സ്പെഷ്യാലിറ്റി ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ തുടങ്ങിയത് UK-ലും US-ലാണ്. ഇത് ഏതാണ്ട് മറ്റുള്ള സ്പെഷ്യാലിറ്റീസൊക്കെ 17-ാം നൂറ്റാണ്ടിലൊക്കെ ആരംഭിച്ചെങ്കിലും ജെറിയാട്രിക് മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റി ആരംഭിച്ചത് ആദ്യം 1940 ഒക്കെ ആയിട്ടാണ് അമേരിക്കയിലും യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ തുടങ്ങിയത്. നമ്മുടെ രാജ്യങ്ങളിൽ ഇപ്പോഴും ആയി വരുന്നുള്ളൂ. കേരളത്തിൽ തന്നെ പറയത്തക്ക 1-2 മെഡിക്കൽ കോളേജിൽ മാത്രമേ ഈ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൂ. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ഇതിൻ്റെ പോപ്പുലേഷൻ പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ 11% കേരളത്തിലുള്ളത്. UK-ലും US-ലൊക്കെ ഇതിൻ്റെ പെർസെൻറ്റേജ് 20% കൂടുതലാണ്. ഇന്ത്യയിൽ 7% താഴെയാണ് ആവറേജ്. പക്ഷേ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, 11%ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പരിചരണ കിട്ടിയ ആൾക്കാരും അതിനുള്ള ചികിത്സ കാര്യങ്ങളും പലപ്പോഴും ഡോക്ടേഴ്സ് അറിയാതിരിക്കുന്നു. തീർച്ചയായിട്ടും വാർദ്ധക്യകാലത്ത് പ്രധാനമായിട്ട് കാണപ്പെടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഴുക എന്നുള്ളൊരു പ്രശ്നം. പിന്നെ അവരുടെ ഡെയിലി ലിവിങ്സ് പോലും പലപ്പോഴും വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ സാധിക്കാതെ വരുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ വാർദ്ധക്യകാല പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏതായിരിക്കും ഏറ്റവും അവരുടെ പ്രശ്നങ്ങളിൽ മുൻതൂക്കം നിൽക്കുന്നത്? ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു പക്ഷേ വീഴ്ചകൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഓരോ പ്രാവശ്യം, ഓരോ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം വീഴുന്നത് പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് വീഴും, അത് പിന്നെ വയസ്സായില്ലേ എന്ന് തെറ്റിദ്ധരിച്ച് പോകുന്നതാണ്. പിന്നീട് കാണുന്നത് അറിയാതെ പോകുന്ന മൂത്രം അറിയാണ്ട് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായമായില്ലേ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ബന്ധുക്കളൊഴികെ ഡോക്ടർമാർ വരെ ഇത്രയും പ്രായമായില്ലേ എന്ന് വെച്ചിട്ട് വിട്ടുപോകും. അതിനുള്ള ചികിത്സയോ അതൊരു രോഗമാണെന്നുള്ള കാര്യവും. അതേമാതിരി മറവിയൊക്കെ രോഗത്തിൻ്റെ വയസ്സായതിൻ്റെ ഭാഗമാണെന്ന് കരുതി അതിന് ചികിത്സ കിട്ടാതിരിക്കുന്നുണ്ട് പലപ്പോഴും. വേദന ഈ വാർദ്ധക്യകാലത്ത് എല്ലാവർക്കും അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വേദന എത്രത്തോളം വാർദ്ധക്യകാലത്ത് നമുക്ക് ഉണ്ടാകാം, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് എത്രത്തോളം നമുക്ക് ചികിത്സിക്കാനുമായിട്ട് സാധിക്കും? അതിനൊരു പരിധി വരെ ഉള്ളൂ. കൂടുതൽ വേദന വരുന്നത് എല്ല് തേയ്മാനത്തിൻ്റെയാണ്. നടുവിൽ നിന്ന് വരുന്ന തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് മുട്ടുവേദനയും ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വേദനയുടെ കാരണം. ഇതിനൊക്കെ പൂർണ്ണമായ ചികിത്സ ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ പോയാൽ മുട്ട് മാറ്റാനാണ് പറയുക. ഇതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടും പൈസയുടെ ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ആവുന്നതും ജിറിയാട്രിക്സിലെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തൊക്കെ രോഗം ഉണ്ടെങ്കിലും ആരും ആശ്രയിക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കഴിയാം. നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൂ 60 വയസ്സ് 70 വയസ്സൊക്കെ എത്തി കഴിഞ്ഞാൽ വീട്ടിലടങ്ങി കുത്തിയിരിക്കണോളം. മറ്റുള്ള രാജ്യങ്ങളിൽ 90-ാം വയസ്സിൽ വണ്ടി ഓടിക്കുന്നു. മുട്ടുവേദനയുള്ളവരും കൈ വേദനയുള്ളവരും നടുവേദനയുള്ള ആൾക്കാർ അവിടെയും ജീവിക്കുന്നുണ്ട്. അവരാരും ആശ്രയിക്കാതെ മക്കളൊക്കെ ആവശ്യമില്ലാണ്ട് അവർ ജീവിക്കുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഒരു കൺസെപ്റ്റ് ഇല്ല. ആ വേദനകൾ മാറ്റാവുന്നതാണെന്നും അത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദാക്കിയില്ലെങ്കിലും ആരും ആശ്രയിക്കാതെ കൊണ്ടടക്കാൻ പറ്റുമെന്നുള്ള. കേരളത്തിൽ ഈ വാർദ്ധക്യർ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ എത്രത്തോളം ഉണ്ട്? അടുത്തൊരു 10-20 കൊല്ലത്തിൽ ഈ സീനിയർ സിറ്റിസൻ്റെ തോത് അല്ലെങ്കിൽ അവരുടെ എണ്ണം എത്രത്തോളം കൂടും എന്നുള്ള നിലയിലേക്ക് ഏതെങ്കിലും ഒരു കണക്കുകൾ നമുക്ക് ലഭ്യമാണോ? നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇപ്പോൾ 1.2 ബില്യൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതിലൊരു സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റ്, ഒരു 8% ആവറേജ് പോപ്പുലേഷൻ വാർദ്ധക്യത്തിൽ വരുന്നെന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഒരു 90 മില്യണോളം ആൾക്കാർ വാർദ്ധക്യത്തിൽ ഉള്ളവരുണ്ട്. വാർദ്ധക്യം എന്ന് പറയുന്ന 60 വയസ്സിന് മുകളിലുള്ളവരാണ് ഇന്ത്യയിൽ കണക്കാക്കുന്നത്. അപ്പോൾ ഈ വരും കാലങ്ങളിൽ ഇന്ത്യ പോലത്തെ ചില രാജ്യങ്ങളിലാണ് ഇനി ഏറ്റവും കൂടുതൽ 2050 നമുക്ക് നമ്മളെ ഹെൽത്ത് സിസ്റ്റം സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ് വാർദ്ധക്യകാല രോഗങ്ങൾ, വാർദ്ധക്യത്തിലുള്ള ആൾക്കാർ കൂടിക്കൂടി വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വാർദ്ധക്യത്തെ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീഴ്ച പലപ്പോഴും അവരുടെ കുട്ടികളൊക്കെ ഇഗ്നോർ ചെയ്യപ്പെടാറുണ്ട്. അതായത് അച്ഛൻ വീണു അല്ലെങ്കിൽ 2 പ്രാവശ്യം വീണു, അത് സൂക്ഷിച്ച് നടക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ നാച്ചുറലി ഉണ്ടാകുന്ന ബാലൻസിൻ്റെ പ്രശ്നങ്ങളാവാം. ഇത്തരം കാര്യങ്ങൾ ആയിരിക്കും എപ്പോഴും ഈവൻ അവരുടെ കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ കെയർ ടേക്കേഴ്സോ ഒക്കെ തന്നെ അവർ തന്നെ സ്വയം ഡിസൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം വീഴ്ചകൾ ഫ്രീക്വൻ്റ് ആയിട്ട് വീഴുന്ന ആൾക്കാർ എന്താണ് അവർ ചെയ്യുക? അവർ ഏത് സ്പെഷ്യാലിറ്റിയാണ് പോയി കാണേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
നിലവിൽ ഇപ്പോൾ കേരളത്തിൽ ജിരാട്രിക് മെഡിസിൻ ജിരാട്രിഷ്യൻസ് കുറവാണ്. എന്നാൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഈ വിവരങ്ങൾ പറയണം. വിവരങ്ങൾ പറഞ്ഞാൽ എന്ന് വെച്ചാൽ വീഴ്ചയുടെ കാരണങ്ങൾ ഒരുപാടായിരിക്കാം. കാഴ്ച മുതൽ BP, കാലിൻ്റെ മുട്ടിന് ബലക്കുറവ്, കാലിൻ്റെ മുട്ടിന് തേയ്മാനം, മസിലിന് വീക്ക്നെസ്, ബാലൻസ് തെറ്റ്, സർക്കുലേഷൻ ഡിഫക്ട്സ്, ഇതെല്ലാമായിരിക്കാം. ഓരോ ലെവൽ മുതൽ തുടങ്ങേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യം തന്നെ ഡോക്ടറെ അടുത്ത് പറയുന്നതാണ്. 80% ആൾക്കാർ, 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ 50% ആൾക്കാർ വീണുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും അത് പലരും ഡോക്ടർമാരോട് പറയാറില്ല. അത് പ്രത്യേകിച്ച് ഈ പ്രായമായ ആൾക്കാർ വീണ് കഴിഞ്ഞാൽ ഒരു നല്ല വീഴ്ചയാണെങ്കിൽ അത് അവരുടെ അവസാനത്തെ വീഴ്ചയാണെന്നുള്ള തലത്തിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. ഇപ്പോൾ വീണ് കഴിഞ്ഞാൽ അവരുടെ ഇടുപ്പെല്ലൊടിയുക, അല്ലെങ്കിൽ ഒടിയുക, തുടയലുമായിട്ടുള്ള ജോയിൻ്റ് ഒടിയുക, അപ്പോൾ സർജറി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുക. ഈവൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കൂടിയും ഒരു റിക്കവറി, അതായത് അവർ തിരിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഒരിക്കലും എത്തപ്പെടാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഒരു വീഴ്ച പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വീട്ടിൽ എന്തൊക്കെ കരുതൽ നമ്മൾ എടുക്കണം? അത് വളരെ നല്ല ചോദ്യമാണ്. വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പലപ്പോഴും ആന്തരിക കുഴപ്പങ്ങളല്ലാതെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് വീഴാൻ സാധ്യതയുള്ളവരുണ്ട്. ഇപ്പോൾ പ്രായമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് രാത്രി മൂത്രമൊഴിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ആ പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു വെളിച്ചമോ, ആ പോകുന്ന വഴിയിൽ ഒരു തടസ്സം ഇല്ലാതിരിക്കുകയോ, ബാത്റൂമിൽ അടിയിൽ വെള്ളം എപ്പോഴും കെട്ടിക്കിടക്കാതിരിക്കുകയോ, പൂച്ച, പട്ടി വഴിയിലൊന്നും വരാതിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ വളരെയായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു നിസ്സാര ചെറിയ കാര്യങ്ങൾ മാത്രം ഒഴിവാക്കാം, വീഴ്ചകൾ ഒഴിവാക്കാം. പിന്നെ ഭക്ഷണത്തിൽ കാൽഷ്യം കൂടുക, കാൽഷ്യത്തിന് മരുന്നുകൾ എടുക്കുക, ഇതൊക്കെ എല്ലിന് ബലം വരുത്തുന്നതാണ്. ഈ കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ ചെയ്യേണ്ടത് കൂടുതലായിട്ട്. പിന്നെ വീട്ടുകാരെ പഠിപ്പിക്കുക എക്സസൈസിൻ്റെ പറ്റിയും മുട്ടിൻ്റെ ഇമ്പോർട്ടൻസും നടക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ആ കാര്യങ്ങളൊക്കെ വീട്ടിൽ പഠിപ്പിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും എപ്പോഴും വാർദ്ധക്യകാലത്ത് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് എപ്പോഴും സ്വീകരിക്കുക എന്ന് പറയുന്നത്. വളരെ ആക്റ്റീവായിട്ടുള്ള മനുഷ്യർ പോലും ഇപ്പോൾ റിട്ടയർമെൻ്റായി കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങളായി കഴിഞ്ഞാൽ അവർ കുട്ടികളൊക്കെ ഒരുപക്ഷെ പുറത്തായിരിക്കും. അവർ കെയർ ടേക്കേഴ്സ് ആരെങ്കിലും വീട്ടിലുണ്ടാവും. പുറത്തു പോകാനുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ട്, കുറേശ്ശെ അവർ പുറത്തു പോകുന്നത് കുറഞ്ഞ് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്നൊരവസ്ഥ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വാർദ്ധക്യകാല രോഗങ്ങൾ നമ്മൾ ഈ വ്യക്തിക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും? ഈ വാർദ്ധക്യകാലത്ത് അവർ എസ്പെഷ്യലി റിട്ടയർ ചെയ്ത് കഴിഞ്ഞുള്ള ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം ആക്റ്റീവായിട്ടിരുന്ന ആൾ പെട്ടെന്ന് വീട്ടിൽ കുത്തിരിക്കുക, ഒരു ജോലിയും ചെയ്യാനില്ലാണ്ടാകുമ്പോൾ അത് തന്നെ ഒരു മെൻ്റൽ ഡിപ്രഷൻ വരുത്തും. അങ്ങനെയുള്ളവർ മെല്ലെ നടക്കലും എല്ലാ ആക്ടിവിറ്റീസ് പോലും ഒഴിവാക്കും. അങ്ങനെയാകുമ്പോൾ അവർക്ക് വരുന്നത് എല്ലാത്തിനോടൊരു താല്പര്യക്കുറവും മടിയുമായിരിക്കും. ഇത് എഫക്റ്റ് അവരുടെ ന്യൂട്രീഷൻ എഫക്റ്റ് ചെയ്യുന്നതും അവരുടെ മസിൽ സ്ട്രെങ്ത്തൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവരോട് കഴിയുന്നതും ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ, അവരുടെ പ്രായത്തിനൊത്ത ആൾക്കാരോ പ്രായത്തിൽ കുറഞ്ഞവരോ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ, അത് സ്ത്രീകളിലും കൂടി ബാധകമാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യലും അങ്ങനത്തെ ഗ്രൂപ്പ് സൊസൈറ്റി ആക്ടിവിറ്റീസിലൊക്കെ ഇടപെട്ടവർ അവർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അങ്ങനെയുള്ളവരെ പറയാം സക്സസ്ഫുൾ ഏജിങ് എന്നാണ്. അവരുടെ മറ്റുള്ള അസുഖങ്ങളിലേക്ക് ഇങ്ങനെ മുഴങ്ങാതിരിക്കും. അവർ കുറച്ചുകൂടി പുറത്തേക്ക് വരും ഈ അസുഖങ്ങളിൽ നിന്ന്. നമുക്കറിയാം കേരളത്തിൽ പ്രമേഹം അല്ലെങ്കിൽ പ്രമേഹ ബാധിതരെന്ന് പറയുന്ന ഒരു വളരെ വലിയ സമൂഹമാണ് യഥാർത്ഥത്തിൽ പ്രായമായവരുടെ കാര്യത്തിൽ. അപ്പോൾ ഇത്തരം പ്രമേഹ ബാധിതർ എന്തൊക്കെ കാര്യങ്ങൾ ഒരു വാർദ്ധക്യകാലത്ത് ശ്രദ്ധിക്കണം? മറ്റുള്ള അസുഖങ്ങൾ, അതായത് പ്രമേഹം ഉള്ള ആൾക്കാർ മറ്റ് അസുഖങ്ങൾ അതിനോടൊപ്പം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? പ്രമേഹം തന്നെ എല്ലാം ഒരു ശരാശരി ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ചോദിച്ചാൽ ഞങ്ങൾ ഹിസ്റ്ററി ചോദിക്കും ഷുഗറുള്ള ആളാണോ? അടുത്ത ചോദ്യം എൻ്റെ ചോദിക്കുന്നത് എത്ര പ്രാവശ്യം ആഴ്ചയിൽ ഷുഗർ കുറഞ്ഞു പോകുന്നുണ്ട്? മിക്കവർക്കും ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും പറയാനുണ്ടാവും. ഷുഗറുള്ള ഒരാൾ ഷുഗർ കുറയാൻ പാടില്ല. പക്ഷെ പ്രായമായവർ ഇത് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകുമ്പോൾ ഗ്ലൂക്കോസൊക്കെ പോക്കറ്റിൽ വെച്ച് നടക്കുന്നവരാണ്. അങ്ങനെയാകുമ്പോൾ ഷുഗർ കുറഞ്ഞു പോകുന്നതാണ്. ഞങ്ങളിപ്പോൾ പറയാറ് ഒരു പൊടി ഷുഗർ കൂടിയാലും കുഴപ്പമില്ല, കുറയുന്നത് തീരെ അപകടം. എന്ന് വെച്ചാൽ കുറയുമ്പോൾ ഒരു വീഴ്ചയാണ് ഉണ്ടാവുക. നടന്നുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഷുഗർ കുറയുമ്പോൾ വീഴും കഴിഞ്ഞാൽ എല്ലൊടിയും കിടപ്പം ഓപ്പറേഷനായി പിന്നെ അവിടുന്ന് കഥ അങ്ങോട്ട് മാറുക. ആ കിടപ്പോടുകൂടി വീട്ടുകാർക്കും നോക്കുന്നവർക്കും ജോലിക്ക് പോകുന്ന മക്കൾക്കും എല്ലാവർക്കും ബാധകമാണ്. ഇതിൻ്റെ കൂടെ വരുന്നതാണ് സ്ട്രോക്കിൻ്റെ കാര്യങ്ങളും. അപ്പോൾ കഴിയുന്നതും ഷുഗർ കൺട്രോളായിരിക്കണം. ഒരു പൊടി കൂടിയാലും കുഴപ്പമില്ല, കുറയരുതൊട്ടും. പ്രഷറും കാര്യങ്ങളൊക്കെ റെഗുലർ ചെക്കപ്പ്. അസുഖമൊന്നുമില്ല, ഞാൻ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഈ ചിന്തയാണ് നമുക്ക് ആദ്യം മാറ്റേണ്ടത്. സാർ, ഈ വാർദ്ധക്യകാല രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഓൾഡ് ഏജിലുണ്ടാകുന്ന ക്ഷീണം, അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട് എനിക്ക് എപ്പോഴും ക്ഷീണമാണ്, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാനൊരു ഉന്മേഷമില്ല, എപ്പോഴും ഒരു സ്ഥലത്ത് ഇരിക്കുക, TV കാണുക, വൈകുന്നേരം ആകുമ്പോൾ ഉറങ്ങുക, രാത്രി ഉറക്കക്കുറവ് അനുഭവപ്പെടുക, വീണ്ടും എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുക. അപ്പോൾ ഇത്തരം ഒരു റൊട്ടീൻ ലൈഫാണ് എപ്പോഴും വാർദ്ധക്യകാലത്ത് ആൾക്കാർ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വാർദ്ധക്യകാലത്തുള്ള ക്ഷീണം നമ്മൾ വളരെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയുകയാണ് പലപ്പോഴും പതിവ്. എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത്? ക്ഷീണം തന്നെ ഒരു തള്ളിക്കളയേണ്ടതല്ല. ക്ഷീണം എന്ന് പറയുന്നത് ഒരുപക്ഷെ വലിയൊരു മാരകമായ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാവാം. ചെറിയൊരാൾക്ക്, ഒരു 60 വയസ്സിന് താഴെയുള്ള ഒരു മധ്യവയസ്കന് ഒരു ന്യൂമോണിയ വന്ന പനിയും ചുമയായിരിക്കും.
ഹാർട്ടിന് അസുഖം വന്ന നെഞ്ചുവേദന ആയിരിക്കും. എന്നാൽ പ്രായമായവരിൽ വരുന്നത് വെറും ക്ഷീണമായിരിക്കും. അപ്പോൾ ആ ക്ഷീണത്തിൻ്റെ ഒരു കാരണമുണ്ടാവും. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാലാണ് കാര്യങ്ങൾ അറിയുക. അത് പ്രത്യേകിച്ചും ആ ക്ഷീണം കഴിഞ്ഞ് 1-2 ആഴ്ചകളുള്ളിൽ വന്നതാണെങ്കിൽ പിന്നീട് അടുത്തവർക്ക് ഒരിക്കലും നടക്കാൻ ബുദ്ധിമുട്ട്, നടന്നുകൊണ്ടിരുന്ന ആളിപ്പോൾ നടക്കുന്നില്ല, കിടപ്പായി. ഇതൊക്കെ വലിയ മാരകമായ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അതിനു വേണ്ടി അന്വേഷിച്ചിട്ട് വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കണം. ഈ ജിറിയാട്രിക് സിൻഡ്രോം എന്ന് പറയുന്ന തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടോ യഥാർത്ഥത്തിൽ? ജിറിയാട്രിക് സിൻഡ്രോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അസുഖം ഉണ്ടായാലും അവർ വരുന്നത് ഈ 4-5 രൂപത്തിലായിരിക്കും. ഒന്നെങ്കിൽ ഉറക്കക്കുറവ്, ക്ഷീണം, നടക്കാൻ പറ്റുന്നില്ല, അറിയാണ്ട് മൂത്രം പോവുക, ഓർമ്മക്കുറവ്, ഒരു സ്ഥലകാല ബോധമില്ലാണ്ട് പെരുമാറുക. രോഗം എന്തെന്നാവട്ടെ അവരുടെ ലക്ഷണങ്ങൾ ഇതായിരിക്കും. അപ്പോൾ പലപ്പോഴും ഈ ഒരു ലക്ഷണമായിട്ട് വരുമ്പോൾ ഇതൊക്കെ വയസ്സായാൽ വരുന്നതല്ല, ഇതൊരു രോഗമാണോ എന്ന് പറഞ്ഞിട്ട് അവരെ അഡ്മിറ്റ് ചെയ്യാതെയോ രോഗം പോലും വീട്ടിലുള്ള ആൾക്കാർ തന്നെ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കുകയോ പ്രായത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയും. ആ ഒരു ബോധവൽക്കരണം രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കും ഡോക്ടർമാർക്കും ഉണ്ടായാലാണ് ഈ കാരണം കണ്ടെത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഈ വാർദ്ധക്യകാലത്തുണ്ടാകുന്ന മറവി അത് എത്രത്തോളം വാർദ്ധക്യകാലത്തൊരു നോർമൽ മറവി എന്നുള്ള ഒരു രീതിയുണ്ട്. അതായത് വാർദ്ധക്യകാലത്ത് എപ്പോഴും മറക്കുമ്പോൾ പറയാറുണ്ട് അത് ഒരു ബ്രെയിനിന് ഉണ്ടാകുന്ന നാച്ചുറലി ഉണ്ടാകുന്ന ചുരുക്കമാണ്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത് വളരെ നാച്ചുറലാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ്ലായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു, പുതുതായിട്ട് കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ വളരെ നോർമലായിട്ട് പറയാറുണ്ട്. അപ്പോൾ എത്രത്തോളം ഓർമ്മക്കുറവ് അത് നോർമലാണ്, അതിന് നമുക്ക് ഓർമ്മക്കുറവിനൊരു ചികിത്സയുണ്ടോ? ഓർമ്മക്കുറവ് എന്ന് പറയുന്ന പ്രായത്തിന് ഒത്ത ഒരു ഓർമ്മക്കുറവ് സ്വാഭാവികമാണ്. പക്ഷെ ആ ഒരു ഓർമ്മക്കുറവെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ക്ലൂ ഇന്നലെ കഴിച്ച് ഒരു പേര് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഇന്നാളെ കണ്ടു, ഓർമ്മ സംസാരിച്ചു, പേര് അങ്ങോട്ട് വരുന്നില്ല, അത് നോർമലാണ്. പക്ഷേ ഓർമ്മക്കുറവോ മറവിയോ ദിനചര്യങ്ങൾ ബാധിക്കുന്ന രീതിയിലാണെങ്കിൽ അത് അസുഖമാണ്, അത് രോഗമാണ്. അതിൻ്റെ കാരണം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ചികിത്സിക്കാവുന്ന ഡിമെൻഷ്യസ് ഉണ്ട്, എല്ലാം അൽഷിമേഴ്സ് അല്ല. അതിൻ്റെ വേണ്ട ടെസ്റ്റുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ചികിത്സിക്കും. തൈറോയിഡിൻ്റെ അസുഖങ്ങളോ വേറെ ചില സ്കാനുകൾ ചെയ്യാതോ ബ്ലഡ് ടെസ്റ്റുകൾ കൊണ്ട് കണ്ടുപിടിക്കാവുന്നതും ചികിത്സിക്കാൻ പറ്റുന്നതാണ്. ഇനി അങ്ങനെ അൽഷിമേഴ്സ് വന്നാൽ തന്നെ അതിന് എന്ത് ചെയ്യാനും അത് കൂടാതിരിക്കാനുള്ള മരുന്നുകളും അതിനുള്ള വീട്ടുകാർക്ക് അതിനുള്ള ബോധവൽക്കരണം കൊടുത്താൽ ഈ അസുഖം കൂടാതിരിക്കാൻ നമുക്ക് പറ്റും. ഈ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ജിറിയാട്രിക് പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പലപ്പോഴും ഒരു ജിറിയാട്രിക് പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് ഒരു ഡയബറ്റിക് ഉണ്ടെങ്കിൽ ആ ഡയബറ്റിക്കിൻ്റെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതിലേക്കുപരി നമ്മൾ എത്ര നാളിൽ ഒരിക്കലും ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. നമ്മളപ്പോൾ വീട്ടിൽ സെഡൻഡറി ആയിട്ടിരിക്കുന്ന ഒരാളിനെ നമുക്ക് എത്രത്തോളം ആക്റ്റീവായിട്ട് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും? ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ്, വീട്ടിൽ നോക്കുന്ന ആൾക്കാർ നോക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ചും അസുഖങ്ങളൊന്നും ഇല്ല, ആശുപത്രി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ ആ ഒരു ചിന്ത തന്നെ മാറ്റിയിട്ട് അവരെ 2 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഡോക്ടറെ കാണിക്കുക, ബ്ലഡ് ടെസ്റ്റുകൾ വേണ്ടതൊക്കെ ചെയ്യുക, മാക്സിമം അവരെ കൊണ്ട് നടത്തിക്കുക, എക്സസൈസൊക്കെ പറഞ്ഞ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് മക്കളൊക്കെ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണ് എപ്പോഴും അവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ അവരാൽ ആക്റ്റീവ്ലി ഗ്രൂപ്പ്സായിട്ട് ഇൻവോൾവ് ചെയ്യിക്കാനും ബ്ലഡ് ടെസ്റ്റിലൊക്കെ വേണ്ടത് ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾക്ക് മരുന്നുകളൊക്കെ സമയത്തിന് എത്താനും. ക്ഷീണം എന്ന് പറയുന്നത് ഷുഗർ കൂടുകയോ ഷുഗർ കുറഞ്ഞുകൊണ്ടായിരിക്കാം. അത് ആ പ്രായത്തിനൊത്തുള്ള മരുന്നുകൾ, വർഷങ്ങളായിട്ട് കഴിക്കുന്ന മരുന്നുകൾ ആ പ്രായത്തിൽ കഴിക്കുന്നത് ഹാനികരമായിരിക്കാം. അപ്പോൾ ചില മരുന്നുകൾ ഡോസ് കുറയ്ക്കുകയോ നിർത്തുകയോ ഒക്കെ വേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വാർദ്ധക്യകാലത്ത് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയാറുള്ളതാണ് ഈ പെർമനൻ്റ് ആയിട്ടുള്ള തലകറക്കം, വെർട്ടിഗോ പോലെയുള്ള പ്രശ്നങ്ങൾ. അതായത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം വെർട്ടിഗോ അനുഭവപ്പെടുത്തുക, നടക്കാനായിട്ട് അവർക്ക് പേടി തോന്നുക, എനിക്ക് തലകറക്കമുണ്ട്, മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കൂടിയും തൽക്കാലത്തേക്ക് മാത്രം ആശ്വാസം കിട്ടുന്ന അവസ്ഥ. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്യുക? വെർട്ടിഗോ എന്ന് പറയുന്നത് പലപ്പോഴും ചെവിയുടെ ഫ്ലൂയിഡിൻ്റെ ബാലൻസ് തെറ്റിക്കൊണ്ടായിരിക്കാം. അത് കേൾവിക്കുറവിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഒരു കോസ് ഉണ്ടായിരിക്കാം. അപൂർവം ചിലപ്പോൾ പ്രഷർ കൂടിയാലും ഇങ്ങനെ വരാം. ഈ കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ച് അതിന് ചികിത്സ ചെയ്താൽ തീർച്ചയായിട്ടും ഇത് മാറ്റിയിട്ട് അവർക്ക് നോർമലായിട്ട് നടക്കാൻ പറ്റുന്നത് തന്നെയാണ്. ആ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലാണ് അവർക്ക് ഈ പേടി വരാം. പേടി വീഴിനേക്കാളും കൂടുതൽ ആൾക്കാർ വീഴും എന്നുള്ള പേടി കൊണ്ടാണ് നടക്കാത്തത്. തീർച്ചയായിട്ടും. എപ്പോഴും വാർദ്ധക്യകാലത്ത് വരുന്നത് എന്ന് പറയുന്നത് നമ്മളൊരിക്കൽ ഒരു എത്രത്തോളം അവർക്ക് എക്സസൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. എവിടെയെങ്കിലും വാർദ്ധക്യകാലത്ത് എക്സസൈസ് എടുക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഒക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. എപ്പോഴും മക്കൾ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അച്ഛൻ വെളിയിൽ പോയിട്ട് കുറച്ച് കിളയ്ക്കുന്നു, അയ്യോ കിളയ്ക്കരുതേ, അല്ലെങ്കിൽ തേയ്മാനം വരും, ഇതുകൊണ്ടായിരിക്കും നമുക്ക് നടുവേദന വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മുട്ടുവേദന വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വരുന്നത്, എന്തെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും അവരുടെ കുട്ടികൾ കൂടുതൽ വ്യാകുലപ്പെടുത്തുന്നത് എത്രത്തോളം ഒരാൾക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ എത്രത്തോളം ചെയ്യാം എന്നുള്ളത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ആവുന്നതാൽ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ തന്നെ. റെസ്ട്രിക്ഷൻ ഉണ്ടോ യഥാർത്ഥത്തിൽ? റെസ്ട്രിക്ഷൻ വരുന്ന സാഹചര്യങ്ങൾ, ഇപ്പോൾ ഹാർട്ടിന് അസുഖമായി അതിന് അറ്റാക്ക് കഴിഞ്ഞ് അതിന് ചികിത്സ എടുക്കുമ്പോൾ അവരുടെ ഹാർട്ട് ഫങ്ഷൻസ് വളരെ കുറവായിരിക്കും. ആ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഭാരപ്പെട്ട് ജോലി ചെയ്താൽ അത് ഹാനികരം തന്നെയാണ്.
അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഡോക്ടർമാർ പറഞ്ഞിരും, കാർഡിയോളജിസ്റ്റ് പറഞ്ഞു കാണും ഇത്രയും ജോലികൾ ചെയ്യാൻ പറ്റൂ, അതിൽ ഉപരി ചെയ്യരുതെന്ന്. മുട്ട് തേയ്മാനത്തിനൊക്കെ കഴിയുന്നതും എക്സസൈസ് ചെയ്യുകയോ നടന്നുകൊണ്ടിരുന്നാൽ തന്നെയാണ് ഇത് മാറുള്ളൂ, ഈ മസിൽസിന് സ്ട്രെങ്ത് കൂടുള്ളൂ. എന്നുവെച്ചാൽ മുട്ട് മാറ്റി വെച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ, മസിൽസിൻ്റെ ബലം കൂടി വെക്കണം, അതിന് എക്സസൈസ് തന്നെ വേണം. അപ്പോൾ തന്നെ വേറൊരു അസുഖവും ഇല്ല, പ്രമേഹം മാത്രം ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി അവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എത്രത്തോളമാണ്? ഒരു ദിവസം ഒരു വാർദ്ധക്യ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് പ്രമേഹ രോഗികളാണെങ്കിൽ ഒരു ദിവസം എത്ര മിനിറ്റ് വരെ നടക്കണം? മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അവർക്കില്ല എന്നുണ്ടെങ്കിൽ. പ്രമേഹ രോഗം മാത്രമേ ഉള്ളൂ, മുട്ടുവേദനയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും നടക്കണം എന്നാണ് പറയുന്നത്. അത്യാവശ്യം വേഗതയിൽ, പലപ്പോഴും വീട്ടു ജോലികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് നടത്തം തന്നെയല്ലേ എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് ഈ എക്സസൈസ് കിട്ടാത്തതിൻ്റെ ഒരു കാരണം. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് മരുന്നിൻ്റെ ആവശ്യവും കുറയും, ഷുഗറും കുറയും, അവരുടെ ഹെൽത്തും പെർഫെക്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ഈ വാർദ്ധക്യകാലത്ത് ഈ മാറാത്ത അസുഖങ്ങൾ, അതായത് ഡെയിലി കഴിക്കേണ്ട മരുന്നുകൾ ഒരുപാടുണ്ടാകും. അപ്പോൾ പലപ്പോഴും വാർദ്ധക്യകാലത്ത് ഈ ഓർമ്മക്കുറവുള്ളതപ്പോൾ ഈ മരുന്ന് കഴിക്കാനായിട്ട് വിട്ടുപോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി കഴിക്കുന്നൊരവസ്ഥ, നമ്മളെന്ത് കഴിച്ചോ കഴിച്ചില്ലേ എന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന അവസ്ഥ, ചില മരുന്നുകളൊക്കെ കഴിക്കാൻ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കേണ്ടി വരുന്ന മരുന്നുകൾ വിട്ടുപോകുന്ന അവസ്ഥ. ഇപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ നാട്ടിൽ മരുന്നുകൾ പലപ്പോഴും കൊടുക്കുന്നത് മക്കളോ മരുമക്കളായിരിക്കും. അവരോട് പറഞ്ഞു കൊടുക്കുക. സാധാരണ പേഷ്യൻസ് വരുമ്പോൾ തന്നെ ഞങ്ങൾ ചോദിക്കുന്നത് ആരും മരുന്ന് തരുന്നു എന്നാണ്. അങ്ങനെ വന്നാലാണ് നമുക്ക് മരുന്ന് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ, അവർ മറക്കാതിരിക്കാനും ചെയ്യാം. പക്ഷേ പുറം രാജ്യങ്ങളിലൊക്കെ ഇവിടെയും മെല്ലെ ആയി വരുന്നത് പിൽ ബോക്സസ് ഉണ്ട്. ഓരോ ദിവസങ്ങൾക്കും ഓരോ സമയത്തിനായിട്ട് ചെറിയ ചെറിയ കള്ളികൾ, അതിൽ മരുന്ന് നിറച്ചിട്ടിട്ട് മക്കൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് അവർക്ക് അത് എടുക്കുമ്പോൾ അറിയാം ഈ കള്ളിയിലത്തെ കഴിഞ്ഞു, അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഡോസ് കഴിഞ്ഞു. അതൊരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ വാർദ്ധക്യകാലത്തെ രോഗം ബാധിച്ച് ഏതെങ്കിലും ഒരു പ്രശ്നം, ഒരു ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ, ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ രോഗിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാർ പറയും നമുക്കിതിന് എത്രത്തോളം പ്രതീക്ഷയില്ല, കുറച്ച് സീരിയസ് ആണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ വരുമ്പോൾ എന്താണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുക? ഈ വ്യക്തിക്ക് ഈ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എത്രത്തോളം നമ്മൾ ശ്രദ്ധ കൊടുക്കണം? അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഈ പ്രായത്തിനൊത്ത് ഇപ്പം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം എനിക്ക് ഈ ചികിത്സ വേണം വേണ്ടയോ, വേറൊരു ഒപ്പീനിയൻ കൂടി എടുക്കാം. പക്ഷേ ആ പ്രായത്തിലെത്തുമ്പോൾ ഒരു ഡിസിഷൻ സ്വയമായിട്ട് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ വരുമ്പോൾ തീരുമാനം എടുക്കുന്നത് മക്കളായിരിക്കും. ആ ഒരു അവസ്ഥയിൽ എല്ലാ മക്കൾക്ക് വരുന്ന, പ്രത്യേകിച്ച് കൂടെ താമസിക്കാത്ത മക്കൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റാണ്. എന്ത് ചെയ്യണം? ICUയിൽ ഇടണമെന്ന് ഡോക്ടർ പറയുന്നു, പക്ഷേ മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അവനോട് ചെയ്യുന്നത് ന്യായമാണോ? നാട്ടുകാരെന്ത് പറയും? ചികിത്സിച്ചിട്ടില്ല, വേണ്ട ചികിത്സ കൊടുത്തിട്ടില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന ഒരു രോഗിനോട് സ്വന്തം അച്ഛനായാലും അമ്മയായാലും ചോദിക്കാൻ നല്ലത്, നല്ലൊരവസ്ഥയിലായിരിക്കുമ്പോൾ അങ്ങനൊരു അവസ്ഥ വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്താണ് ആഗ്രഹം? അങ്ങനൊരു അവസാന കാലം ഒരു രോഗം സീരിയസ് കഴിഞ്ഞാൽ ICUയിലും വെന്റിലേറ്ററിലൊക്കെ വേണ്ട മാതിരി ഡോക്ടർമാർ പറഞ്ഞ മാതിരി ചെയ്യുന്നോ, അതോ അതിന് എതിരഭിപ്രായമുണ്ടോ? എന്നുവെച്ചാൽ എല്ലാത്തിനും ഉപരി ഒരാൾക്ക് അവരുടെ ഡിസിഷൻ സ്വയം എടുക്കാൻ കഴിയണം. നല്ലൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ, നല്ല ഹെൽത്തി ആയിരിക്കുമ്പോൾ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം. അസുഖമായിരിക്കുമ്പോൾ അവർക്ക് തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും ഒരു മകൻ മാത്രമേ ഉള്ളപ്പോൾ അവർ തീരുമാനം എടുത്തു, അതിൻ്റെതായ ബുദ്ധിമുട്ടും സാമ്പത്തികമായിട്ടും മറ്റൊന്നായിട്ടും മറ്റുള്ള ഫാമിലീസും മറ്റുള്ള ബ്രദേഴ്സും എല്ലാവരും ഇത് വേണ്ടിയിരുന്നില്ല, ഇത്രയും പൈസ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അറിയില്ല. എന്നാൽ അതിൽ നിന്ന് നല്ല രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടർമാരോട് ചോദിക്കുന്നത് ഇതിൻ്റെ റിസ്ക് എത്രയാണ്, ഇതിൻ്റെ ഔട്ട്കം എത്രയായിരിക്കും, ഇത് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. എന്നിട്ട് ഫാമിലി മൊത്തമായിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അതിലുപരി പേരൻസിനോട് മുന്നേ ചോദിച്ചു വെച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമുണ്ടായി. തീർച്ചയായിട്ടും നമ്മുടെ ഒരു വലിയ വിഭാഗം പ്രായമായവർ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ഈ പ്രോഗ്രാം ഒരുപക്ഷെ കാണുന്നുണ്ടാവും. അപ്പോൾ അവരോട് ഡോക്ടർക്ക് ഒരു ജിറിയാട്രീഷ്യൻ എന്നുള്ള നിലയിൽ ഡോക്ടർക്ക് എന്ത് നിർദ്ദേശമാണ് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? അതിലെനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ എന്നും കഴിയുന്നതും ഒറ്റയ്ക്കായിരിക്കുക, ആരും ആശ്രയിക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കഴിയുക, മറ്റുള്ള മക്കളെ ആശ്രയിക്കാതെ. നമ്മൾ ആരും ബുദ്ധിമുട്ടാൻ മക്കളാണെന്ന് കരുതിയാലും അവരുടെ ബുദ്ധിമുട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവും. അവരുടെ ഹെൽപ്പ്, അവരെ കൈ പിടിച്ച് എനിക്ക് വടിയുടെ ആവശ്യമില്ല, അവരെ കൈയുണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ മക്കൾക്ക് അങ്ങനെ ചിന്ത വന്നോളന്നില്ല. എല്ലാവരും ബുദ്ധിമുട്ടാവുമ്പോൾ കൂടുതൽ അവരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവും, അത് നമുക്ക് ബുദ്ധിമുട്ട് വരുത്തും.
അപ്പോൾ കഴിയുന്നതും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കഴിയുക, ആരും ആശ്രയിക്കാത്ത എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ മക്കളുടെ ഒരു ടേണിന് വേണ്ടിയിട്ട് മക്കൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാർ വിളിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ഡ്രൈവർ ഉണ്ടാവും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. പക്ഷേ മക്കളുടെ ഒരു ലീവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പ്രായമായവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും മക്കളോടൊപ്പം ആയിരിക്കും, അവർക്ക് നടക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർ പോലും മക്കളോടൊപ്പം ആയിരിക്കും ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകുന്നവർ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രായമായവർ എന്താണ് ശ്രദ്ധിക്കുക? സമയമാകുമ്പോൾ മക്കൾക്ക് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ അപ്പോഴത്തേനും രോഗം എന്താ വെച്ചാൽ ഈ ആവുമ്പോൾ രോഗം പെട്ടെന്ന് കൂടും. നമ്മൾ അപ്രതീക്ഷിച്ചിട്ട് ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാത്ത ആൾ ഇന്ന് പെട്ടെന്നായിരിക്കും ഒരു കാര്യമായി ന്യൂമോണിയ ബാധിച്ചെന്ന് വരാം. അപ്പോൾ രോഗലക്ഷണം ആദ്യം തന്നെ കണ്ടു കഴിഞ്ഞാൽ വൈകാതെ തന്നെ ആശുപത്രി പോകണം. മറ്റുള്ള അസുഖങ്ങൾ പോലെയല്ല, ഒരു വേഗതയിൽ പടരുകയും അതിന് ചികിത്സ തുടങ്ങിയാലും ഒരല്പം വൈകി കഴിഞ്ഞാൽ അത് വേണ്ടത്ര ഫലം ഉണ്ടാവില്ല. അപ്പോൾ ചികിത്സ എത്രയും പെട്ടെന്ന് നേടാം. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടി വിയോട് സഹകരിക്കുകയും തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജിറിയാട്രിക്സിനെ കുറിച്ചും അതുപോലെ തന്നെ വാർദ്ധക്യകാല രോഗങ്ങളെക്കുറിച്ചും വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.people.tv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.